ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കുട്ടി കസ്റ്റഡി കേസിൽ പലപ്പോഴും മാതാപിതാക്കളുടെ വാശിയാണ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാറുള്ളത്. കുട്ടിക്ക് വേണ്ടി കുട്ടി ആരുടെ കയ്യിലാണോ ഉള്ളതെങ്കിൽ എതിർകക്ഷി കുട്ടിയെ കിട്ടുന്നതിനായി കേസ് ഫയൽ ചെയ്യുകയും കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഇൻ്ററാക്ഷൻ അനുവദിക്കുന്ന വേളയിൽ കുട്ടിക്ക് വിസമ്മതമാണെങ്കിൽ പോലും കുട്ടിയെ ബലമായി പിടിച്ചു വലിച്ച് എനിക്ക് അനുവദിച്ച സമയമാണ് എന്ന രീതിയിൽ പ്രതികരിക്കുകയും കുട്ടിയോടൊപ്പം ഇരിക്കുമ്പോൾ മുഴുവൻ സമയവും ഫോണിൽ ചെലവഴിച്ചും മറ്റും ഇരിക്കുന്ന മാതാപിതാക്കളെ കാണാറുണ്ട്. ഇത് വളരെ തെറ്റായൊരു പ്രവണതയായിട്ട് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല, കുട്ടികൾക്ക് കോടതി വരാന്തിയിൽ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ കുടുംബ കോടതി കേസുകൾ അദാലത്തിൽ വെച്ച്, അതായത് കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ഒരു അദാലത്തിൽ ബഹുമാനപ്പെട്ട കുടുംബ കോടതി ജഡ്ജിയോടൊപ്പം എനിക്ക് ഇരിക്കാൻ ഒരു അവസരമുണ്ടായി. ഈ സമയത്ത് ഒരു കുടുംബ കോടതി കേസ് ഞങ്ങളുടെ പരിഗണനയിൽ വന്നു. ഒരു 11 വയസ്സായ കുട്ടിയുടെ കസ്റ്റഡി അച്ഛൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസായിരുന്നു. അത് അമ്മയുടെ കൈവശമായിരുന്നു കുട്ടി താമസിച്ചു വന്നിരുന്നത്. കുട്ടി അമ്മയോടൊപ്പം ബഹുമാനപ്പെട്ട കോടതിയിൽ അദാലത്തിൽ എത്തിച്ചേരുകയും കുട്ടിയെ ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ കുട്ടിക്ക് കുട്ടി വളരെ ഭയന്ന ഒരവസ്ഥയിലായിരുന്നു. കുട്ടിക്ക് ഒരു പ്രോത്സാഹനം, കുട്ടിയുടെ മനസ്സിനൊരു സന്തോഷം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ജഡ്ജ് അവനോട് നിനക്ക് അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെ പോകാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുകയുണ്ടായി. കുട്ടി ഉടൻ തന്നെ വളരെ പൊട്ടിക്കരയുകയും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വേണം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കണ്ണുകൾ കൂടി നിറയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ ദീർഘമായി പരിശ്രമിക്കുകയും കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും കുട്ടിയുടെ അവസ്ഥ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത് കേസിൻ്റെ അദാലത്തിൻ്റെ അവസാനം അവൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റുകയും ഉണ്ടായി. ഈ കാഴ്ച എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ ബാല്യകാലം ഒരിക്കലും കോടതി വരാന്തിയിൽ തുരുമ്പെടുക്കാനുള്ളതല്ല. അത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ചെലവഴിക്കാനുള്ളതാണ്. ഈ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ്. അതിനാൽ ഇത്തരം സാഹചര്യം നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിങ്ങൾ കോടതിയിൽ കുട്ടിയുടെ കസ്റ്റഡിക്കായി കേസ് കൊടുക്കുകയാണെങ്കിൽ പരമാവധി വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. 3-4 വർഷം കോടതി വരാന്തിയിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മാനസികമായി അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും പിടിവലിയിൽ തകർന്നു പോകുന്നത് കുട്ടിയുടെ മനസ്സായിരിക്കും. അവൻ്റെ വിദ്യാഭ്യാസത്തെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ആയതിനാൽ ഇത്തരം കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വേഗത്തിൽ, അതായത് കുട്ടി കസ്റ്റഡി കേസ് നിങ്ങൾ പരമാവധി വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. കുട്ടിയുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ വാശിക്ക് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. അത് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായിരിക്കും ഉണ്ടാക്കുന്നത്. അതിനാൽ നിങ്ങൾ കുട്ടിയുടെ ഭാവിക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ തർക്കങ്ങൾ പറ്റുമെങ്കിൽ മാറ്റിവെക്കുക. കുട്ടിയുടെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുക. കുട്ടികൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അതിനാൽ കുട്ടികളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുക. കേസിലെ വാശിയും വൈരാഗ്യവും പറ്റുമെങ്കിൽ മാറ്റിവെക്കൂ. താങ്ക് യു.